എല്ലാവർക്കും സായാഹ്ന ചർച്ചയിലേക്ക് സ്വാഗതം. ചോറ്റാനിക്കരയിൽ ഇന്നലെ ഒരു പെൺകുട്ടിയുടെ ഇന്നലെ ആയിട്ട് ഒരു പെൺകുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. അതും പീഡനത്തിനിരയായിട്ട് മരിക്കുകയായിരുന്നു. അതും ആൺസുഹൃത്തായിരുന്നു ഇതിന് പിന്നിലെ ഒരു പ്രതി എന്ന് പറയുന്നത്. ആ പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് മാനസികമായിട്ടും ശാരീരികമായും നിരന്തരം പീഡിപ്പിക്കാറുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ. 19 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി സ്വന്തം കാമുകനാൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം. ഇന്നലെയായിരുന്നു ആ പെൺകുട്ടിയുടെ മരണവിവരം നമ്മളെല്ലാരും ഞെട്ടലോടെ കേട്ടത്. അപ്പൊ എന്തായിരുന്നു ആ ന്യൂസ് നമുക്ക് കണ്ടിട്ട് വരാം. കൊടും ക്രൂരമായ കുറ്റകൃത്യത്തിനും അതേ തുടർന്നുള്ള മരണ സാക്ഷിയായിരിക്കുകയാണ് കേരളം. ചോറ്റാനിക്കരയിൽ ആൺസുഹൃത്തിന്റെ അതിക്രൂരമായ ആക്രമണത്തിനിരയായ 20കാരി ഇന്നലെ മരണപ്പെടുകയുണ്ടായി. സംഭവത്തിൽ തലയോലപ്പറമ്പ് സ്വദേശി അനൂപ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട അനൂപും പെൺകുട്ടിയും 1 വർഷമായി പ്രണയത്തിലായിരുന്നു. 2ലേറെ ക്രിമിനൽ കേസുകളിലും ലഹരി കേസുകളിലും പ്രതിയാണ് അനൂപ്. ശനിയാഴ്ച പകൽ പലവട്ടം ഫോണിൽ വിളിച്ചിട്ടും കിട്ടാത്തതിനെ തുടർന്നാണ് രാത്രി 10 മണിയോടെ സുഹൃത്തിന്റെ ബൈക്കിൽ പ്രതി വീട്ടിലെത്തിയത്. പിന്നീട് അതിജീവിതയുമായി വാക്കുതർക്കമാവുകയും ഇതിനിടെ വീടിന് സമീപത്തെത്തിയ മറ്റൊരാൾ അതിജീവിത വിളിച്ചിട്ടാണ് വന്നതെന്ന് കരുതി ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. ചുറ്റിക ഉപയോഗിച്ച് ശരീരമാകെ ചതയ്ക്കുകയും തല ഭിത്തിയിൽ ശക്തമായി ഇടിപ്പിക്കുകയും ചെയ്തു. മർദ്ദനം സഹിക്കാനാവാതെ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് മുകളിലത്തെ മുറിയിലെ ഫാനിൽ പെൺകുട്ടി ഷാൾ ഉപയോഗിച്ച് കുരുക്കിട്ടു. അബോധാവസ്ഥയിലായ പെൺകുട്ടി മരിച്ചെന്ന് കരുതി കട്ടിലിനടിയിൽ കിടത്തിയ ശേഷം 4 മണിക്കൂറോളം അവിടെ തുടർന്നു. വെളുപ്പിന് 4 മണിയോടെ വീടിന്റെ പിൻവാതിലിലൂടെ മതിൽ ചാടിക്കടന്ന് റോഡിൽ കാത്തുനിന്ന സുഹൃത്തിന്റെ സഹായത്തോടെ വീട്ടിലെത്തുകയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച പകൽ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ അർദ്ധനഗ്നയായ നിലയിൽ പെൺകുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. അമ്മയുടെ പരാതിയിൽ ബലാത്സംഗത്തിനും കൊലപാതക ശ്രമത്തിനും ചോറ്റാനിക്കര പോലീസ് കേസെടുത്തു. രഹസ്യഭാഗങ്ങളിൽ രക്തം വാർന്ന നിലയിലായിരുന്നു. അടുത്ത ബന്ധു വീട്ടിലെത്തി വിളിച്ചിട്ടും മറുപടി കിട്ടാതെ ജനലിലൂടെ നോക്കിയപ്പോഴാണ് ബോധരഹിതയായ നിലയിൽ കുട്ടിയെ കട്ടിലിൽ കിടക്കുന്നത് കണ്ടത്. പിൻവാതിൽ തുറന്ന നിലയിലായിരുന്നു. 3 വർഷം മുമ്പ് പെൺകുട്ടി ഡിഗ്രി വിദ്യാർത്ഥി ആയിരിക്കവെയാണ് പതിവായി സഞ്ചരിക്കുന്ന സ്വകാര്യ ബസ്സിലെ 2 ജീവനക്കാർ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. 4 മാസം മുമ്പ് പരാതി നൽകിയതിനെ തുടർന്ന് ബസ് ജീവനക്കാർ അറസ്റ്റിലായിരുന്നു. അടുത്തിടെയാണ് ഇവർ ജാമ്യത്തിലിറങ്ങുകയും ചെയ്തത്. ഇന്നലെ മരിച്ച പെൺകുട്ടിയുടെ മൃതദേഹം ഇന്ന് രാവിലെയാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞത് എത്തിയത്. അതിനുശേഷമാണ് എന്തായിരുന്നു മരണ കാരണം എന്നുള്ള വ്യക്തത പോലീസിന് കിട്ടിയത്. ആ പോസ്റ്റ്മോർട്ടത്തിൽ അറിയാൻ പറ്റിയത് ചുറ്റിക കൊണ്ട് എന്തോ ഒരു മാരകമായ ഒരു ഉപകരണം കൊണ്ട് നെഞ്ചിലും കഴുത്തിലും മറ്റു ഭാഗങ്ങളിലുമായിട്ട് ക്ഷതം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഭയങ്കര പ്രൈവറ്റ് പാർട്സ് ആയിട്ടുള്ള അവിടെ എല്ലാം മുറിവ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴുത്തിലൊരു ഷോളിന്റെ ഒരു പാട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് കണ്ടെത്തിയത്. പിന്നീടാണ് ഒരു വ്യക്തമായിട്ടൊരു രീതിയിലേക്ക് എത്തരത്തിലാണ് കൊല്ലപ്പെട്ടത് എന്ന് കണ്ടെത്തിയത്. ശരിക്കുമുള്ള മരണ കാരണം എന്ന രീതിയിൽ കണ്ടെത്താൻ കഴിഞ്ഞത് മസ്തിഷ്കത്തില് അതായത് ചുറ്റിക കൊണ്ട് അടിച്ചുകൊണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ കുട്ടിക്ക് വേണ്ട സമയത്ത് ഇത് കിട്ടിയില്ല. അതുകൊണ്ടാണ് കുട്ടി മരിക്കാൻ കാരണമായത്. അതും ഇത്തരം ചുറ്റിക കൊണ്ട് തലക്കടിച്ചതിന് ശേഷം പിന്നെ ഒരു രാവിലെ 7 മണിയോട് കൂടി പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതെ, എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തെ ആ ഒരു ടൈം ഫുള്ളായിട്ട് രാത്രി തൊട്ട് രാവിലെ വരെ അല്ലേ ആ കുട്ടി അബോധാവസ്ഥയിലായിരുന്നു എന്നുള്ളൊരു കുടുംബത്തിൽ ആരോ വന്ന് കണ്ടതാണ്. ഉറുമ്പരിച്ച രീതിയിലാണ് ആ കുട്ടീനെ കണ്ടത്. അതിനുശേഷമാണ് പിന്നെ ഹോസ്പിറ്റലിലോട്ട് മാറ്റുന്നതും. അപ്പൊ ഹോസ്പിറ്റലിൽ പോകുന്നവരെയും അബോധാവസ്ഥയിലായിരുന്നു, ആൾക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർമാർ പറഞ്ഞത് മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല, ഒന്നിനോട് ചിലപ്പോ മേ ബി ഒരു കോമ സ്റ്റേജിലേക്ക് വരെ പോകാം. കൃത്യമായൊരു വൈദ്യസഹായം കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിലോട്ട് പോയത്. ആ സമയത്ത് ആരും വീട്ടിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാല് വീട്ടിൽ ആ സമയത്ത് ആരും ഇല്ല. കുട്ടി ഒരു കല്യാണത്തിനായിട്ട് പോയേക്കുമായിരുന്നു. അപ്പൊ കുട്ടി മാത്രമായിരുന്നു തനിച്ച്. കുട്ടി ഒരു 19 വയസ്സുകാരി. പക്ഷെ ഇതിനു മുമ്പും കുട്ടി ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. 2021 ഇങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബസ്സിലൊരു ക്ലീനർ ഡ്രൈവറും കണ്ടുവന്നു. അവര് ഇതുപോലെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയും അങ്ങനെ അതിലൊരു പോക്സോ കേസ് അതിജീവിതയായിരുന്നു ഈ കുട്ടി. അങ്ങനെ അതിജീവിച്ചു വന്ന ഒരാളെയാണ് വീണ്ടും ഇതുപോലെ കാമുകൻ എന്ന രീതിയിൽ ഒരാൾ വന്ന് പരിചയപ്പെടുകയും പിന്നീട് കാമുകനായിട്ട് എന്നും വീടുകളിലേക്ക് വരികയും അതിനുശേഷം മാരകമായി തന്നെ കൊലപ്പെടുത്തുകയും ചെയ്തത്. ഇതിനു മുമ്പും ഇങ്ങനെ ഒരുപാട് തരത്തിൽ മാനസികപരമായിട്ടും കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, ആ കുട്ടി ഒരു അനാഥയായിരുന്നു. പിന്നെ ആ കുട്ടീനെ ദത്തെടുത്തതായിരുന്നു ഇവര്. പിന്നെ ഇവര് തമ്മിൽ എന്തോ പ്രശ്നത്തിന് ശേഷമാണ് കുട്ടി തനിച്ച് താമസിക്കാൻ തുടങ്ങിയത്. ഈ കുട്ടിയുടെ ബന്ധം വീട്ടിൽ അറിഞ്ഞതിന് ശേഷം അമ്മ ഉപദേശിച്ചു. അപ്പൊ അമ്മയുടെ ഉപദേശം ഈ കുട്ടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല.
അച്ഛൻ നേരത്തെ മരിച്ചിട്ടുണ്ടായിരുന്നു. ഈ കുട്ടീനെ ദത്തെടുത്ത അച്ഛൻ, രണ്ടാനച്ഛൻ നേരത്തെ മരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കുട്ടി തനിച്ചായിരുന്നു താമസിച്ചിരുന്നത്. പിന്നീട് ആ കുട്ടിയുടെ ജീവിത സാഹചര്യങ്ങൾ, വളർന്നു വന്ന രീതികളെല്ലാം ഒരു സ്നേഹം കിട്ടാത്തൊരു കുട്ടിയുടെ ആയിട്ട് കുറെ ഫ്രണ്ട്സ്, പിന്നെ സോഷ്യൽ മീഡിയ, അങ്ങനെയുള്ള പിന്നീടാണ് അങ്ങനെ അത് തന്നെയായിരിക്കും ആ കുട്ടീനെ ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു സോഷ്യൽ മീഡിയ പ്രണയം എന്ന രീതിയിലേക്ക് പോയത്. ഒരു സ്നേഹം കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും ഒരു തുണയാകുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകില്ലേ, അത് മേ ബി അത് തന്നെ ആയിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക. പക്ഷെ ആ കുട്ടി ആ ഒരു നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ആളെ എങ്ങനെയാണ്, ക്യാരക്ടർ എന്താണ്, അതൊന്നും അറിയാൻ ശ്രമിച്ചില്ല. അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് ആയിരുന്നു. കൂട്ടുകെട്ടുകളും അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. വഴിവിട്ട ഒരു ലഹരിക്ക് അടിമയായിട്ടുള്ള കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒന്നാമത് ഈ കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഉപദേശിക്കാനോ നേർവഴിക്ക് നടത്തിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. ആദ്യം വളർന്നു വന്നതേ ഒരു അനാഥ എന്നുള്ള പേരിലാണ്. അപ്പോൾ അവിടുന്ന് പറിച്ചു മാറ്റപ്പെട്ട് വേറൊരു ജീവിതം അല്ലെങ്കിൽ വേറൊരു അന്തരീക്ഷത്തിലേക്ക് മാറുമ്പോൾ ആ കുട്ടിക്ക് മാനസികപരമായി കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതിനുശേഷം അനാഥത്വം എന്ന് മാറിയിട്ട് പിന്നെ ഒരു കുടുംബത്തിലോട്ട് വരികയാണ്. ആ കുടുംബത്തിലോട്ട് വരുമ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ ആ കുട്ടി നേരിടുകയാണ്. കുട്ടിയുടെ അച്ഛനാണെങ്കിലും അമ്മയായിരുന്നു, അവിടെ ഒന്നും സ്നേഹം കിട്ടാതെ പോകുകയും പിന്നീടാണ് വഴിവിട്ട ബന്ധങ്ങളിലോട്ടും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു കാമുകൻ, ഒരു സുഹൃത്ത് ഉണ്ടാവുകയും പിന്നെ അത് കാമുകനിലോട്ട് വഴിതെളിക്കുകയും പിന്നെ ആ കാമുകനാണ് ഈ ഒരു ആ കുട്ടിയുടെ മരണത്തിന് വരെ ഉത്തരവാദിയാവുക. സംശയരോഗം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു ആ കാമുകന്. ആര് ഫോൺ വിളിക്കും. അനൂപിന്റെ ഫോട്ടോയാണ് നമ്മുടെ ബാക്കിലായിട്ട് കാണുന്നത്. കാണുമ്പോ എന്തൊരു പാവല്ലേ, പക്ഷെ കയ്യിലിരിപ്പ് അതൊന്നും അല്ല. നല്ല രീതിയിലുള്ള ഒരു ശിക്ഷ കിട്ടട്ടെ ആൾക്ക്. ഓക്കെ, എന്തായാലും ആളുടെ പേരിൽ ഇപ്പൊ എടുത്തിരിക്കുന്നത് കൊലക്കുറ്റത്തിനായിരുന്നു. ആദ്യം വധശ്രമത്തിനുള്ള ബലാത്സംഗത്തിനുമുള്ള ഒരു കേസായിരുന്നു ചുമത്തിയിരുന്നത്. ഇപ്പൊ ആ പെൺകുട്ടി മരിച്ചത് കൊണ്ട് തന്നെ കൊലക്കുറ്റത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആളെ കാണുമ്പോ നമുക്ക് വളരെ പാവമായിട്ട് തോന്നും. ആദ്യം നമുക്ക് കാണുന്ന എന്താണോ അതല്ല പിന്നീടുള്ള ശരിക്കുള്ള ആള്. ഡോണ്ട് ജഡ്ജ് ബുക്ക് ബൈ ഇറ്റ്സ് കവർ നമ്മൾ പറയത്തില്ലേ, അതുപോലെ തന്നെ. കാരണം സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രണയമൊന്നും ഒട്ടും സേഫ് അല്ല, വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ അടുത്ത് പറയുന്ന ആൾ അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുമ്പോൾ ആളെല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്നൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. അങ്ങനെയൊന്നും അല്ല. അവർ ചിലപ്പോ ഒരു അട്രാക്ഷൻ തോന്നി നമ്മുടെ അടുത്ത് മെസ്സേജ് അയക്കും. മേ ബി എന്തെങ്കിലും ഒരു കാരണം വെച്ചായിരിക്കും ഇവര്, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാരണമായിരിക്കും ഇവരെ ഈ ഒരു ഇതിലോട്ട് നയിക്കുന്നത്. പിന്നെ ആ ആവശ്യം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെ ഒന്നും അല്ലാത്തൊരവസ്ഥയിലോട്ട് പോകുന്നതും ഒക്കെ. അപ്പോ അങ്ങനെ വെറുതെ അങ്ങനെ വന്ന സൗഹൃദം ഒരിക്കലും ഒരു പ്യുവർ ആയിരിക്കും നമുക്ക് ഒരിക്കലും 100% നമുക്ക് പറയാൻ പറ്റത്തില്ല. പല സാഹചര്യം മേ ബി 1-2 കേസുകൾ ചിലപ്പം സക്സസ് ആയിരിക്കാം. സോഷ്യൽ മീഡിയ നമ്മൾ പ്രത്യേകിച്ച് എപ്പോഴും പറയാറുണ്ട്, സോഷ്യൽ മീഡിയ അത്ര സേഫ് അല്ല. ഒരുപാട് കേസുകളും കാര്യങ്ങളും ഇതിലൂടെയാണ്. നമുക്ക് ഇപ്പൊ ആണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജിൽ കൂടെ ഒക്കെ ഓരോ നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. സുരക്ഷിതമല്ലാത്ത ഫോൺ കോൾസുകള്, മെസ്സേജുകൾ, അതുപോലെ ലിങ്കുകൾ, ഇതൊന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിക്ക്. അതുപോലെ വീഡിയോ കോൾസ് ആണെങ്കിലും നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മുടെ കുറച്ച് മുമ്പായിരുന്നു നമ്മുടെ സുഹൃത്തുക്കൾ വഴി വീഡിയോ കോൾസ് അല്ലെങ്കിൽ പൈസയുമായിട്ട് ബന്ധപ്പെട്ട് മെസ്സേജുകൾ വരുന്നതൊന്നും ഉറപ്പില്ലാതെ നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കരുത് എന്നുള്ളൊരു ഇതും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ അടുത്ത്. അതേപോലെയാണ് സോഷ്യൽ മീഡിയ എത്രമാത്രം സേഫ് ആണെന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടെയാണ് ഇങ്ങനെയുള്ള ഓരോ കേസുകൾ നമ്മൾ കാണുമ്പോഴും. നമ്മൾ സോഷ്യൽ മീഡിയയിൽ വഴി നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുമ്പോൾ നമുക്ക് അറിയത്തില്ല ആൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. ആ ടെക്സ്റ്റിൽ നമുക്ക് ആൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലല്ല നമ്മളായിരിക്കും അത് വായിക്കുക. ചിലപ്പം ആൾ ഭയങ്കര ദേഷ്യപ്പെട്ട് ചോദിക്കുന്നത് നമ്മൾ ചിലപ്പോൾ റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവില്ല അവിടെ. അപ്പോ അതുകൊണ്ട് തന്നെ പല കേസുകളിലും നമുക്ക് ആ ആളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ആളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു അനൂപ്. അനൂപ് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ മൃഗീയമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോ അത്തരത്തിലൊരു അതും ലഹരിക്ക് അടിമയായിട്ടുള്ള വ്യക്തിയായിരുന്നു. ആൾക്കെതിരെ 2-3 കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. നാട്ടുകാർ വരെ കേസ് കൊടുത്തിട്ട് പക്ഷെ അതിനൊരു പ്രതികരണം നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതും കൂടെ. അതുപോലെ തന്നെ പക്ഷെ ഈ കേസ് ഈ പെൺകുട്ടി അറിഞ്ഞിട്ടില്ല. അതാണ് കാരണം. ആളറിയുന്നില്ല ആളുടെ ശരിക്കുള്ള ലൈഫ് എന്താണെന്ന് ഈ പെൺകുട്ടി അറിയുന്നില്ല. സോഷ്യൽ മീഡിയയുടെ മറവില് സംഭവിക്കുന്ന പല ക്രൂരകൃത്യങ്ങളും. അപ്പൊ ഈ അനൂപ് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ആ കുട്ടി കേട്ടുകൊണ്ടിരുന്നത്. അതാണ് സത്യമെന്ന് മാത്രം അറിഞ്ഞുകൊണ്ടിരുന്നത്. സോ അപ്പൊ ഒരിക്കലും ഇത് എന്താണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരിക്കലും ജെന്യുയിൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല. അതാണ് നമ്മളിപ്പോ ഇത്രയോ ചെറിയ കുട്ടികൾ വരെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളൊക്കെ ഓപ്പൺ ചെയ്ത് ഒരുപാട് സുഹൃത്തുക്കള്
ഈ കുട്ടിയുടെ കാര്യത്തിൽ എടുത്തു നോക്കുമ്പോൾ ആ കുട്ടി അനാഥയായതുകൊണ്ട് തന്നെ ഒരുപാട് സ്നേഹം എന്ന് പറഞ്ഞൊരു കാര്യം എടുത്ത് പറയണം. സ്നേഹം കിട്ടാതെ വളർന്നൊരു കുട്ടിയാണ്. പിന്നെ പെട്ടെന്ന് ഒരാളിൽ നിന്ന് സ്നേഹം കിട്ടുമ്പോൾ ആ കുട്ടിയെയും കുറ്റം പറയാൻ പറ്റില്ല നമുക്ക്. പെട്ടെന്ന് ഒരാളിൽ നിന്ന് സ്നേഹവും പരിഗണനയും ഒക്കെ ലഭിക്കുമ്പോൾ അതും നമ്മളെ ഒട്ടും അറിയാത്ത ഒരാള് നമുക്ക് പിന്നീട് ആരും ഇല്ലാത്തിടത്ത് ഒരാള് നമുക്ക് കൂട്ടായി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ മാനസികപരമായിട്ടൊരു അടുപ്പം തോന്നിയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഇത്തരം സാഹചര്യത്തിലോട്ട് അത് വഴിമാറുന്ന ആ കുട്ടി പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അതുപോലെ തന്നെ കൊച്ചു കുട്ടിയാണ്. ആ കുട്ടിയുടെ അമ്മ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. തുടക്കത്തിലൊക്കെ ഇങ്ങനെ അമ്മ കാണാറുണ്ടായിരുന്നു രാത്രിയിൽ വരുന്നത്. അപ്പൊ ഏതോ ഒരു കല്യാണത്തിന് പോയിട്ട് വരാൻ നേരത്തെ രാത്രിയിൽ ഇതുപോലെ കാണുകയും അപ്പൊ ഈ അനൂപിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അനൂപിന്റെ അടുത്തും കുട്ടിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം കഴിക്കാൻ തന്നെയാണോ എന്നൊക്കെ. അപ്പൊ അനൂപ് പറഞ്ഞത് 3 വർഷത്തെ ഒരു കാലാവധി വേണം, അതിനുശേഷം കല്യാണം കഴിക്കാന്നൊക്കെ. പക്ഷെ അമ്മ അതിൽ താല്പര്യമല്ലായിരുന്നു. കാരണം രാത്രിയിലൊക്കെ വിളിച്ചു വരുത്തുക അങ്ങനത്തെ ഒരു സിസ്റ്റം ഒന്നും ശരിയാവത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കാരണം അപ്പൊ തന്നെ അമ്മയ്ക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് ശരിയാവൂല. അപ്പൊ മകളെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മകൾ അത് കാര്യമാക്കി എടുത്തില്ല. അപ്പൊ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചൊക്കെ ആ കുട്ടിയുടെ കയ്യിലും തെറ്റുണ്ട്. പിന്നെ ആ കുട്ടിയുടെ പ്രായം അതാണ്, ഒരു ടീനേജ് ഒരു പ്രായത്തില് നമ്മൾ പൊതുവെ കുട്ടികൾ കുറച്ച് വാശി കൂടുതലായിരിക്കും, ദേഷ്യവും വാശിയും കുറച്ച് കൂടുതലായിരിക്കും. ആ ഒരു നമ്മളടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപദേശമായിട്ട് വരുന്ന നമ്മൾ തന്നെ ആരെങ്കിലും ഉപദേശിക്കുമ്പോൾ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യില്ല പെട്ടെന്ന്. അതിന്റെ നെഗറ്റീവായി നമ്മൾ ചിന്തിക്കുള്ളൂ. അത് എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ, അല്ലെങ്കിൽ അത് എന്താന്നുള്ളൊരു അങ്ങനെ നമ്മളെ മേലെ കുറ്റം കാണുകയുള്ളൂ. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഉപദേശിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരാളില്ലാത്തതിന്റെ ഒരു അപാകതയുടെ ഇതിലത്തുണ്ട്. ഉപദേശിക്കുന്നതെന്ന് ഇപ്പൊ ആർക്കും ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് ഇഗ്നോർ ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ എന്തുമായിക്കോളാം എന്നൊരു ചിന്താഗതിയിലേക്ക് അവർ പോകും. പിന്നീട് വരുന്ന ഭവിഷ്യത്തുകൾ നമ്മൾ പ്രവചിക്കുന്നതിനെക്കാട്ടും ഒരുപാടായിരിക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും അത് തള്ളിക്കളയാതെ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും എന്നത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവൻ തന്നെയായിരിക്കും നഷ്ടപ്പെടുന്നത്. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ആ കുട്ടിയുടെ ഭാഗത്തും ചെറിയൊരു രീതിയിൽ തെറ്റുണ്ട്. പക്ഷെ ഇനി നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ കുട്ടിയെ ഹോസ്പിറ്റലൈസ്ഡ് ആയതിനു ശേഷം പിന്നെ കുട്ടി ഒന്നിനോടും പ്രതികരിച്ചിട്ടുമില്ല, മരുന്നുകളോടും പ്രതികരിച്ചില്ല. പിന്നെ ഇന്നലെയാണ് ആ കുട്ടി മരണപ്പെടുന്നതും. പിന്നെയാണ് വളരെ സങ്കടം തോന്നിയ ആളൊരു പോക്സോ കേസ് അതാണ് സത്യം. അതിജീവിതയായിരുന്നിട്ട് കൂടി ഇങ്ങനെ ഒരു മരണം അതാണ് വളരെ സങ്കടപ്പെടുത്തുന്നത്. അതും പറയുമ്പോ തന്നെ വളരെ ബ്രൂട്ടലി ആളെ തലക്കടിച്ചതിന് ശേഷം ഈ കുട്ടി എന്ത് ചെയ്തു, ഷോൾ എടുത്തിട്ട് ഫാനില് കെട്ടിയിട്ട് മരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും പിന്നീട് ഇവനെന്തോ അത് കണ്ട് മരണവെപ്രാളം കണ്ട് ഇവൻ തന്നെയാണ് ഷോൾ മുറിച്ച് കുട്ടിയെ താഴ്ത്തിക്കിട്ടത്. ആ താഴ്ത്തിക്കിട്ടതിന് പിന്നെ അതിന് ശേഷമാണ് ഇവള് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ അതിനുശേഷം ആളിങ്ങനെ കിടന്നല്ലോ ഫാൻ്റെ അതിൽ നിന്ന് എടുത്തപ്പോൾ ആൾക്ക് ഷോക്ക് വന്നു. ഷോക്ക് മീൻസ് മറ്റേ എന്താണ് അത് വന്നു. അപ്പോഴത്തേക്കും എന്തോ ചുറ്റിക എന്തോ കൊണ്ടുവന്ന് കയ്യിൽ കൊടുക്കുകയും അതിനുശേഷം ആള് ഓക്കെ ആയപ്പോഴത്തേക്കും പുറത്ത് ഓവർ ആയപ്പോഴത്തേക്കും തലയാണ് അടിച്ചു, നെഞ്ചിനും അടിച്ചു എന്നാ പറയുന്നത്. ഇതൊരു കാമുകനാണോ ഇതൊക്കെ ചെയ്യുന്നതെന്നാണ്. 1 വർഷത്തോളം പ്രേമിച്ചവരാണെന്ന് ആലോചിക്കണം. അനൂപ് എന്ന് പറയുന്ന വ്യക്തി ഇത്രയും മാത്രം ക്രൂരനായി പോയ ഒരു അവസ്ഥയാണ്. ആ പെൺകുട്ടി അത്രയും സ്നേഹിച്ച ഒരാളല്ലേ, എന്നിട്ട് കൂടി ഇങ്ങനെ ചെയ്യാൻ. അതിനുശേഷം ഈ ബോധമൊക്കെ പോകുന്നതിന് മുന്നേ വീണ്ടും ലൈംഗികത്തിന് അതായത് സെക്സിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. ഇത് ആ കുട്ടി നിഷേധിക്കുകയും ചെയ്തു. അതിനായിരുന്നു തുടക്കം അതായിരുന്നു ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയും കുട്ടി വഴങ്ങാത്തതിനെ തുടർന്നാണ് പിന്നീടുള്ള ഇത്തരം പ്രവർത്തികളിലേക്ക് പോയതും ആ കുട്ടി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്തത്. പിന്നെ എന്താ വെച്ചാൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടിയായിട്ട് എപ്പോഴും ആൾക്ക് സംശയമായിരുന്നു. ആരെങ്കിലും അടുത്തും ഇങ്ങനെ മിണ്ടുന്നതും സംസാരിക്കുന്നതും ഒക്കെ സംശയത്തോടു കൂടി മാത്രമേ ആൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ രാത്രിയില് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തൊരു സൗണ്ട് കേട്ടപ്പോ ഈ അനൂപ് വിചാരിച്ചത് വീണ്ടും ഇവൾ വേറെ ആരെയോ വിളിച്ചിട്ടുണ്ട്. സംശയരോഗത്തിന്റെ പേരിലായിരുന്നു പിന്നെയും ആളെ മർദ്ദിക്കുകയുണ്ടായിരുന്നത്. എന്താണല്ലേ സത്യം, ഒരു സംശയത്തിന്റെ പേരിലോ അല്ലെങ്കിൽ നമ്മള് മുന്നേ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ലഹരിയുടെ കാര്യങ്ങൾ ഇതിന്റെ വീണ്ടും ഒരു എക്സാമ്പിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമയായ ഒരു യുവത്വം ശരിക്കും തന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളൊന്നും തന്നെ അവർ ബോധയിടല്ല. എനിക്ക് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസം കേൾക്കുന്ന വാർത്തകളും നമ്മൾ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യം ഞെട്ടേണ്ടി വരും. ഇപ്പൊ ഈ കുറച്ചു കാലങ്ങളിലെ
ഭീതിപ്പെടുത്തുന്ന ഒരു കേരളം അല്ലേ? സത്യം. അതിപ്പോ എങ്ങനെ സ്വന്തം ബന്ധങ്ങളൊന്നുമില്ല, ഇങ്ങനത്തെ എല്ലാ കേസുകളും ഇതുപോലെ ഓരോ അല്ലെങ്കിൽ കാമുകൻ, അല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ അച്ഛൻ, അല്ലെങ്കിൽ മകൾ, ഇങ്ങനെ എല്ലാം ഈ ഒരു റിലേറ്റ് ചെയ്ത്, അതും ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലും വരുന്നത്. ഈ ലഹരി ഉപയോഗിച്ചിട്ട് സ്വബോധം ഇല്ലാതെ ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു. അതിൽ ആർക്കും ഒരു സങ്കടമോ അല്ലെങ്കിൽ ഒരു കുറ്റബോധം ഒന്നും വരുന്നില്ല. ഇപ്പൊ ഇന്നലെ തന്നെ ഒരു കുട്ടിയെ 2 വയസ്സുള്ള ഒരു കുട്ടിയെ തന്നെ കിണറ്റിൽ കൊലപ്പെടുത്തുന്ന സാഹചര്യം എല്ലാം ഇങ്ങനെ എന്തിനോ വേണ്ടി നമ്മളൊക്കെ മനുഷ്യരിലെ ജീവിതം ഇങ്ങനെ ആയി പോകുന്നു. സ്നേഹവും ബന്ധങ്ങൾക്കോ ഒന്നിനൊരു വില കൊടുക്കാതെ അവനവന്റെ കാര്യം മാത്രം ആ ഒരു സമയത്ത് അത്ര മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എല്ലാവരും. ബാക്കിയുള്ള ഒരാളുടെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ ജീവിതം എന്താണ്, എങ്ങനെയാണ്, ഒന്നുമില്ല. ആൾക്ക് എങ്ങനെ അത് എഫക്ട് ചെയ്യുന്നു എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. അവനവന്റെ സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ അവനവന്റെ കാര്യം നടക്കാൻ വേണ്ടി മാത്രം, അപ്പോഴത്തെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ആ ഒരു റിലേഷൻഷിപ്പ് സൂക്ഷിക്കും. അത് കഴിഞ്ഞ ആളെ വേണ്ട. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇപ്പോഴത്തെ കാലത്തുള്ളത്. അത് വേണോ വേണ്ടയോ എന്ന് നമ്മൾ ഇതിനു മുമ്പ് മറ്റു ഷാരോണിന്റെ ഇതിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമില്ലെങ്കിൽ ബഹുമാനപൂർവ്വം പിരിയുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഇതിപ്പോ ഈ കുട്ടിയുടെ ഇങ്ങനെ സംശയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പിന്നെ ആ ഒരു റിലേഷൻ നമുക്ക് അവസാനിപ്പിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണുകയും ചെയ്യണം. ഇതിപ്പോ ഒരു ലൈംഗിക ബന്ധത്തിന് താല്പര്യം കാണിച്ചില്ല എന്നൊരൊറ്റ കാരണത്താൽ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും പിന്നീട് ആ കുട്ടി അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി ഓടിയത്. അതാണ് ആളെ എങ്കിൽ പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ ആക്കണം എന്നൊരു ബോധം പോലും ആൾക്കില്ല. ആ ലഹരിയുടെ പുറത്തായിരുന്നെങ്കിൽ പിന്നെ നമുക്കത് അതിന്റെ ഒരു സഡേഷൻ മാറിയതിനു ശേഷം നമുക്ക് വിചാരിക്കും എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പക്ഷെ ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക് അങ്ങനെ ഒരു ബോധമൊന്നും പൊതുവേ ഇല്ല. ഇങ്ങനെ ഒരു സഹതാപോ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഇപ്പൊ തന്നെ ഒരു കാര്യം, ഒരു ചെറിയൊരു സിറ്റുവേഷൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു പുറത്തെങ്ങാനും പോയിട്ട് ഒരു റോഡിലെങ്ങാനും ഒരു ആക്സിഡന്റ് നടന്നു വെച്ചാൽ ആദ്യം എന്താ എല്ലാവരും ചെയ്യുക, ഒരു ഫോട്ടോ എടുക്കും. എല്ലാവരും ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലൈവ് പോവും, വ്യൂവേഴ്സിനെ വേണം, അങ്ങനെ മാത്രം ചിന്തിക്കുക. അല്ലാണ്ട് ഈ ഒരാളെ എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ, അതൊന്നും ആരും ചിന്തിക്കില്ല. ഇനിയിപ്പോ ഈ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഇതിപ്പോ എന്റെ തലയിലാവും, അങ്ങനത്തെ ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത്. അതാണ് സമൂഹം അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ ഓരോ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ ദിനം പ്രതി ഇങ്ങനെ കൂടി വരുന്നതും. ഇതിപ്പോ നമുക്കിപ്പോ പറയാ, ഇതിപ്പോ ഇന്നിപ്പോ ഇങ്ങനെ ഒരു കേസ് നടന്നു, ഇന്നലെ വേറൊരു കേസായിരുന്നു, മിനിഞ്ഞാന്ന് വേറൊരു കേസ്, ഇനി നാളെ വേറൊരു കേസ്. ഇത് കേസുകൾ തുടരെ നടക്കല്ലാതെ ഇതിനൊരു നടപടിയോ ഒന്നും തന്നെ നടക്കുന്നില്ല. നമുക്ക് പേടി വരണം ആ ശിക്ഷാവിധി കേൾക്കുകയാണെങ്കിൽ. അങ്ങനത്തെ ശിക്ഷാവിധിയൊക്കെ നമ്മുടെ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ കേസുകളൊന്നും ഉണ്ടാവില്ല. ഇത് ലഹരിക്ക് അടിമയായിട്ട് വീണ്ടും ഇങ്ങനെ കൊലപാതകങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ കാമുകിനെ കൊല്ലുന്നു എന്നൊക്കെ പറയുന്നത് വളരെ ക്രൂരമായിട്ടുള്ളൊരു പരിപാടിയാണ്. ശരിക്കും ഇങ്ങനെ എല്ലാരും പറയുന്നത് വിദേശ രാജ്യങ്ങളിലുള്ള നടപടികൾ തന്നെ വേണം, എന്നാലും നമുക്കൊരു പേടിയൊക്കെ ഉണ്ടാവുള്ളൂ ഇങ്ങനെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ. ഇതിപ്പോ എല്ലാ കേസുകളും നമ്മളിപ്പോ ഇപ്പൊ ഒരു ആഴ്ചയിൽ തന്നെ ഒരുപാട് കേസുകൾ, ഇതുപോലത്തെ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ടെങ്കിലും, പക്ഷെ ഇതിന്റെയൊക്കെ ഇനി ബാക്കി എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ നടപടികൾ ഇനി എന്തായിരുന്നു, അതൊന്നും നമ്മൾ ആരും. പിന്നെ ആ കേസ് കഴിഞ്ഞു, ഇന്നത്തെ ഒരു വാർത്ത, അല്ലെങ്കിൽ നാളെ ആ കുട്ടിയെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അടക്കം ചെയ്ത് കഴിഞ്ഞു. ഇനി നാളെ വേറൊരു കേസ്, പുതിയൊരു കേസ്, ഈ കേസും അങ്ങനെ മറഞ്ഞു പോകും. ഇങ്ങനെയാണ് ഓരോ കേസുകളും വരുന്നതും പോകുന്നതും. നമ്മൾ ആരും അറിയുന്നില്ല. സമൂഹത്തിൽ ഇതുപോലത്തെ ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് കുറ്റകൃത്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതെല്ലാം ഓരോ ദിവസത്തിന്റെ പ്രാധാന്യം ആ കേസിനൊക്കെ ഉള്ളൂ. പിന്നെ ആ ഒരു ജീവന് ഒരു നീതി കിട്ടുന്നുണ്ടോ, അതിൽ തക്കതായ ശിക്ഷ കിട്ടിയോ ഒന്നും ചോദിക്കാനും ഇതൊന്നും അറിയാനും ആർക്കും താല്പര്യമില്ല. പുതിയ കേസുകൾ വരുന്നു, പുതിയ അപ്ഡേറ്റുകൾ, ഇങ്ങനെയുള്ളൂ. ഇപ്പോ ഒരു മാധ്യമമാണെങ്കിലും ഒരു ചാനലാണെങ്കിലും കൂടുതലായിട്ട് അതിന്റെ പുറകെ പോകുന്നില്ല ശരിക്കും. അന്നത്തെ വാർത്തകൾ അന്നന്ന് എത്തിക്കുന്നു, പിന്നെ അതിന്റെ ഒരു ഫോളോ അപ്പ് ഇല്ല. അങ്ങനെ ഒരു കാര്യത്തിലോട്ട് പോകുമ്പോഴാണ് ഇത് ഇത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ശിക്ഷയൊന്നും അധികം കിട്ടിയിട്ടുണ്ടാവില്ല, വേഗം പുറത്ത് വന്നിട്ടുണ്ടാവും, ജാമ്യത്തിൽ പുറത്തു വന്നിട്ടുണ്ടാവും. ഇപ്പൊ ഈ ചെന്താമരയുടെ കേസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹം അങ്ങനെയും മാനസികപരമായിട്ടൊരു വിഭ്രാന്തി കാണിച്ചിട്ടും ഒരുപാട് കൃത്യങ്ങൾ ചെയ്തിട്ടും പിന്നെ ഭീഷണിപ്പെടുത്തലൊക്കെ നടത്തിയിട്ടും പിന്നെയും പോലീസ് അവരെ പുറത്തു വിട്ടു. ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കേസ് നടന്നത് നമുക്ക് പോലും ചർച്ചയായിട്ടില്ല. പിന്നെ ഇപ്പൊ രണ്ടാമത് ഇങ്ങനെ ഒരു സംഭവം വന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇതിനു മുമ്പ് എന്തെങ്കിലും കേസുകൾ
ആയിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ എന്നുള്ളത്. പിന്നെ സജിതയുടെ കൊലപാതകമൊക്കെ കാര്യങ്ങളും എല്ലാം നമ്മള് അതിന്റെ ആ ഒരു സജിതയുടെ കൊലപാതകം എന്ന് പറയുമ്പോൾ അതിൽ എടുത്തു പറയേണ്ടത് അതിന്റെ വിചാരണ തുടങ്ങുന്നേ ഉള്ളൂ, അപ്പോഴേക്കാണ് അടുത്ത കൊലപാതകം, അതും ഇരട്ട കൊലപാതകം. ഇങ്ങനെയൊക്കെ ഓരോ കേസുകൾ വരുമ്പോഴേ നമ്മൾ അറിയുന്നുള്ളൂ ഇതിന് പുറകെ ഇങ്ങനെ, അല്ലെങ്കിൽ ഈ ഒരു നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, നമ്മൾ ആരും അറിയുന്നില്ല ഇന്നൊരു സ്ഥലത്ത് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇതിപ്പോ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെടുമ്പോൾ മാത്രമേ ഉള്ളൂ ഇതിന് നടപടി ഉണ്ടാവുന്നുള്ളൂ. പിന്നെ ആ വാർത്തയുടെ ചൂട് കഴിയുമ്പോഴത്തേക്ക് അത് അങ്ങനെ പോകും. അതെ. അപ്പൊ എന്തായാലും നമ്മളിപ്പോ പറഞ്ഞു വന്നത് നമ്മുടെ ടൈറ്റിൽ ഉള്ളതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ലവ് മാഫിയ ആ ഒരു രീതി തന്നെ നമുക്ക് പറയാല്ലേ. ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം. നമ്മളിപ്പോ കൊടുക്കുന്ന ഒരു പ്രൊഫൈൽ പിക്ചർ അനുസരിച്ചിട്ടാണ് നമ്മൾ ആളെ ജഡ്ജ് ചെയ്യുന്നത്. ഓ ഇതായിരിക്കും ആണെന്ന്. ശരിക്കും അത് തന്നെ ആയിരിക്കില്ല, വെറുതെ ഇടുന്ന ഫോട്ടോസ് ആയിരിക്കും. അതൊക്കെ കണ്ടിട്ടാവും നമ്മള് ആൾക്കാരോട് മിണ്ടുക. ആ ഒരാളുടെ ക്യാരക്ടർ എന്താന്ന് പോലും നമുക്കറിയില്ല, ആളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് നമുക്കറിയില്ല. പിന്നീട് നമ്മള് ആരും നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നില്ലല്ലോ. പിന്നെ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വരും, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ അങ്ങനെ ചിലപ്പോൾ ഫോൺ വിളിക്കുന്നു അല്ലെങ്കിൽ വീഡിയോ കോൾസ്, ഇങ്ങനെ ആ ഒരാള് മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. ആ ആള് റിലേറ്റ് ആയിട്ടുള്ള ആരെയും നമുക്ക് അറിയില്ല, ആൾ എവിടെയാണ് ശരിക്കും താമസിക്കുന്നത് പോലും നമുക്ക് അറിയാത്തൊരു സാഹചര്യമാണ്. എല്ലാം ആ ഒരാള് പറയുന്നത് മാത്രമേ നമ്മള് കേൾക്കുന്നുള്ളൂ, അത് മാത്രം സത്യം എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം തന്നെ ശരിക്കും പറഞ്ഞ ഒരു എനിക്ക് തോന്നിയിട്ടില്ല റിയൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഈ ചില സമയങ്ങളിൽ മാത്രമായി മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുണ്ട്. 12 മണിക്ക് ശേഷം മാത്രം ഓൺലൈനിൽ വരുന്നതും ഓൺലൈനിൽ ഉള്ളവർക്ക് മാത്രം മെസ്സേജ് അയക്കുന്നത് തേടി പിടിച്ചു വരുന്ന കുറെ പേരുണ്ട്. അങ്ങനത്തെ ഒട്ടും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല തന്നെയാണ്. കാരണം ഇത് ഇങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ മുന്നേയും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി പ്രണയത്തിലായിട്ട് ആ ഒരു കാമുകൻ അല്ലെങ്കിൽ കാമുകി തന്നെ കൊലപ്പെടുത്തുക എന്ന രീതിയിലൊക്കെ നമ്മൾ കേസുകൾ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാം ലവ് മാഫിയ എന്ന രീതിയിൽ മേ ബി അത് ഉള്ളതായിരിക്കാം അല്ലേ, ഇങ്ങനെ പെൺകുട്ടികളെ മാത്രം കൊലപ്പെടുത്തുക എന്ന രീതിയിലേക്ക് വരുന്നത്. അത് വളരെ ക്രൂരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ചോറ്റാനിക്കരയിലെ ഒരു ഒറ്റപ്പെട്ട സംഭവം ഒന്നുമല്ല, ഇതിനു മുമ്പും പല സംഭവങ്ങൾ ഇങ്ങനെ നടന്നിട്ടുണ്ട്. ചില കേസുകൾ മാത്രം മുമ്പോട്ട് അങ്ങനെ പോകും അതിന്റെ നടപടിക്രമങ്ങളുമായിട്ട്, ചിലതൊന്നും അങ്ങനെ അതിന്റെ നടപടിക്രമങ്ങളൊന്നും തന്നെ ഇല്ലാതെയും പോകുന്നുണ്ട്. നമുക്ക് അറിയുന്ന കേസുകൾ ചുരുക്കം മാത്രമേ ഉള്ളൂ. ഇതിന്റെയൊക്കെ ഒരു ഫൈനൽ സ്റ്റേജ് വരെ എത്തിയത് ചുരുക്കം മാത്രമേ ഉള്ളൂ അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ ഈ ചോറ്റാനിക്കരയിലെ ആ പെൺകുട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ കുട്ടിയും കുട്ടിയുടെ വീട്ടുകാരും കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ആയിരുന്നു. അപ്പൊ ഈ അനൂപ് എന്ന് പറയുന്ന വ്യക്തി ആളുടെ പണം തട്ടാനായിട്ടും ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്, പണത്തിനായിട്ടായാലും ഒരുപാട്. ഇങ്ങനെയും കുറച്ച് പേരുണ്ട് പണത്തിന് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി സൗഹൃദം സ്ഥാപിക്കുകയും പൈസ കിട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട്. അതെ, അങ്ങനെ ആ കുട്ടീനെ ശരിക്കും അനൂപ് യൂസ് ചെയ്യുകയായിരുന്നു, പണത്തിനായിട്ടും സെക്സിനായിട്ടും യൂസ് ചെയ്തിട്ട് അവസാനം കൊലപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ പൈശാചികമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും അതിന് നല്ല രീതിയിലുള്ള ശിക്ഷാർഹം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ തന്നെ നൽകണം. അത് ഇനി ബാക്കിയുള്ളവർക്ക് അതൊരു പേടി തോന്നണം അങ്ങനത്തെ ശിക്ഷ കൊടുക്കുമ്പോ. ശരിക്കും ആ കുട്ടി ഒരു അനാഥയാണ് എന്നുള്ള ഒരു പരിഗണനയെങ്കിലും അല്ലെ, അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ശരിക്കും കൗൺസിലിംഗ് കൊടുക്കാനോ അല്ലെങ്കിൽ ഉപദേശിക്കാനോ ഒരാളില്ലാത്തതിന്റെ പ്രശ്നം, അതൊക്കെ ഈ ഒരു കേസിൽ എടുത്തു പറയേണ്ട വേറൊരു കുറച്ച് കാര്യങ്ങളാണ്. അമ്മ ഉണ്ടെങ്കിൽ തന്നെ കുട്ടിയുടെ വാക്കുകളൊന്നും കേൾക്കാതെ ധിക്കരിച്ച് പിന്നീട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇനിയിപ്പോ ആ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ തോന്നുന്നു അവർക്ക് അല്ലേ. അതും കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അതിനെ കുറിച്ച് അത്ര അതിലോട്ട് നമ്മൾ പോയിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് അധികം അങ്ങനെ ന്യൂസുകളിലും പറയുന്നില്ല. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് അനാഥയായിരുന്നു, പിന്നീട് ഇവര് ദത്തെടുത്തു. പിന്നെ ചെറുപ്പം മുതലേ ഈ ഒരു സാഹചര്യം വരെ ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി എന്താ പറയാ നേരിട്ടിട്ടുണ്ട്, മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും. ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഈ അനാഥ എന്നുള്ളൊരു ടൈറ്റിൽ ഉണ്ടല്ലോ, അത് സമൂഹത്തിൽ അങ്ങനെ വന്നു കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു എന്നുള്ളൊരു ഇതുണ്ട്. അത് സമൂഹത്തിൽ എന്തും ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്താലും ചോദിക്കാൻ ഒരാളില്ലല്ലോ എന്നുള്ളത്. അത് തന്നെയാണ് അനൂപിനെ പോലുള്ളവര് ഇങ്ങനെ വളർന്നു വരാനും കാരണം. അവര് ആ പെൺകുട്ടീനെ കൂടുതലായിട്ട് എന്താ പറയാ ആധികാരികമായിട്ട് അല്ലെങ്കിൽ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള വേറെ ആരും ചോദിക്കില്ലല്ലോ എന്നൊരു ഹുങ്കായിരിക്കും അവർക്കുണ്ടായിരിക്കുക.
അപ്പൊ എന്തായാലും കുട്ടി അങ്ങനെ അതികഠിനമായ അല്ലെങ്കിൽ അതിക്രൂരമായ ഒരു പൈശാചികമായിട്ടുള്ള ഒരു രീതിയിൽ കുട്ടീനെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിട്ട് 6 ദിവസത്തോളം കുട്ടി ഹോസ്പിറ്റലിൽ ആയിരുന്നു, വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്നു. പക്ഷെ ആ ഒരു വാർത്തകളൊന്നും വലിയ സജീവമായിരുന്നില്ല എനിക്ക് തോന്നുന്നു. ന്യൂസ് ചാനലുകൾ എവിടെയാണെങ്കിലും മാധ്യമങ്ങളിൽ അത് അത്ര ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു 2 ദിവസത്തിനിടെയായിരുന്നു ഈ ഒരു കേസിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അറിഞ്ഞതും. നമ്മൾ തന്നെ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഒപ്പീനിയൻ എന്ന നിലയ്ക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഇതിന്റെ കാര്യത്തിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളും ഈ കുട്ടി എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ കുട്ടിയുടെ ജീവിതം എങ്ങനെയൊക്കെയായിരുന്നു, കുട്ടിക്കാലം മുതൽ ഇതുവരെ എന്തൊക്കെയായിരുന്നു, പിന്നെ ഈ 2 ദിവസങ്ങളിലാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടിയത് തന്നെ. അപ്പോഴാണ് ഈ കുട്ടി ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടതാണ് ഈ സുഹൃത്തിനെ എന്നും പിന്നീടാണ് മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ഇങ്ങനെ പീഡിപ്പിക്കാറുണ്ട്, ഇതിനു മുമ്പും രാത്രികളിൽ ഈ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കാറുണ്ടെന്നും അത് സുഹൃത്തുക്കൾ പിന്നീട് രാവിലെ വന്നിട്ട് സുഹൃത്തുക്കൾ തന്നെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് നടക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ആരും അറിയുന്നുണ്ടാവില്ല ഇങ്ങനെയുള്ള ഒരു പ്രവർത്തികള്. ഇപ്പൊ തന്നെ ചെറിയ ചെറിയ കുട്ടികളാണ്, 15 വയസ്സിന് പ്രായം ഉള്ള കുട്ടികളാണ് ഗർഭിണികളാവുന്നതും. പിന്നീട് അതിന്റെ ഉത്തരവാദിത്വം കാമുകൻ ഏറ്റെടുക്കാത്ത അവസ്ഥ. എല്ലാം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഓരോ കേസുകളാണ്, ഇന്ന് മുന്നിലേക്കായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കേസുകളാണ് ഇതൊക്കെ. ചെറിയ ചെറിയ കുട്ടികൾക്ക് വരെ ഇപ്പൊ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് മുതിർന്നവരിലൊന്നും ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. ഇപ്പൊ കുട്ടികളിലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. അത് അവര് ഭയങ്കര അധികം എല്ലാ കാര്യത്തിലും അപ്ഗ്രേഡ് ആയി എന്നൊക്കെ പറഞ്ഞാലും പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വേറൊരാളെ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത്, അവരുടെ അടുത്ത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഈ ബാഡ് ടച്ചും എന്താ അതിനെ കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കാൻ, കൗൺസിലിംഗ് ഒക്കെ കൊടുക്കേണ്ടതും ഈ സമയത്താണ് തന്നെ. അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒക്കെ ക്ലാസ്സുകളോ കൗൺസിലിങ്ങോ അങ്ങനെയൊക്കെ കൊടുത്ത് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കും. ഈ പാർക്കുകള്, അതുപോലെ ബീച്ചുകള്, ഇതൊക്കെ ഇങ്ങനെയുള്ള കുറച്ച് ഇടങ്ങള്, ഈ ചെറിയ ചെറിയ കുട്ടികളെ നമ്മൾ ആ ഒരു ഭാഗത്ത് സ്കൂളൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ നടക്കുന്നത് നമ്മൾ കാണുന്നത്. കുട്ടികൾ തന്നെ അവരുടെ സമ്മതമില്ലാതെ ഒരിക്കലും നമ്മുടെ സമ്മതമില്ലാതെ നമ്മുടെ ശരീരത്തിൽ ഒരാൾ തൊടാൻ നമ്മൾ സമ്മതിക്കില്ല. നമ്മളൊരു സമ്മതം കൊടുക്കുന്നത് കൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കണം. ഇതിപ്പോ നിങ്ങളിപ്പോ എന്താണ് സ്നേഹത്തിന്റെ പേരിലല്ലയോ കിട്ടും അല്ലെങ്കിൽ അവളെന്നെ കിട്ടും അങ്ങനെയൊന്നും പറഞ്ഞാലും ഇതൊക്കെ വെറും വാക്കുകളാണ്. ഒരു സംഭവം എന്തേലും ഒന്ന് നടന്നാൽ മതി, എല്ലാം മാറിപ്പോ. എന്നിട്ട് പറയും ഞാൻ എപ്പോഴും അത് പറഞ്ഞ് അങ്ങനെയൊക്കെ ചോദിക്കും. അതുകൊണ്ട് തന്നെ അതൊന്നും പെർമനന്റ് അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. കല്യാണം കഴിക്കാനാണെങ്കിൽ സമയമുണ്ട്. അതിന്റെ അതുവരെ നമ്മുടെ ഈ ഇത്തരത്തിലുള്ള ഇമോഷൻസ് ഒക്കെ എന്തുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ പറ്റില്ല എന്നുള്ള ഒരു വാക്ക് വരുമ്പോൾ നമുക്ക് ആളെ കുറിച്ച് വിലയിരുത്താലോ. എന്തുകൊണ്ട് ഇത് മാത്രമാണോ ഉള്ളത്, അല്ലെങ്കിൽ പ്രണയം എന്ന് പറയുന്നത് അത് മാത്രമല്ല. അപ്പോ അതാദ്യം ഫസ്റ്റ് മനസ്സിലാക്കുക. പ്രണയത്തിൻ്റെതായ 2 ഭാഗങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മാത്രമായി സമീപിക്കുന്നവരുണ്ട്, അല്ലാതെ സിൻസിയർ ആയിട്ട് പ്രണയിക്കുന്നവരും ഉണ്ട് ഈ ലോകത്ത്. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ വഴി സിൻസിയർ ഉള്ളവരുണ്ട്. കൂടുതൽ കേസുകളും ഇതാണെന്നാണ് ഞാൻ പറഞ്ഞു റിപ്പോർട്ട്. ഇങ്ങനത്തെ കേസുകളാണ് നമ്മൾ അധികം കേട്ട് വരുന്നത്. ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട് പിന്നെ അത് എന്തെങ്കിലുമൊക്കെ ഒരു അപകടത്തിൽ പോയി വീഴുന്നത് വരെ ഇങ്ങനെ കൊണ്ടു നടക്കും, ആരും അറിയാതെ, ആരെയും അറിയിക്കാതെ. എന്നിട്ട് പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുറ്റബോധം വന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്, നമ്മളെ തന്നെയാണ് സംരക്ഷിക്കേണ്ടത്. ആ ഒരൊറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് നമ്മളൊരു 18 വയസ്സായാലും ഒരു 18 വയസ്സിന് ശേഷവും നമുക്കൊരു വളർച്ചയുണ്ട് പെൺകുട്ടികൾക്ക് എന്ന് പറയുന്നത്. ഒരു 5 വയസ്സ് അല്ലെങ്കിൽ 6 വയസ്സ് ആ സമയത്ത് വരെ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഒരു ബൗണ്ടറി നമ്മുടെ ഫിസിക്കലി നമ്മുടെ ബൗണ്ടറി കടന്ന് വേറൊരാള് നമ്മളെ ടച്ച് ചെയ്യാനായാലും ഒന്നിനും വരരുത്. അതിനുള്ള ഒരു അനുവാദവും ആർക്കും കൊടുക്കരുത് എന്നാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ അതിനുശേഷമുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മള് ഭയക്കുന്നതിനെക്കാട്ടും വളരെ വലുതായിരിക്കും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പാരന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് നമുക്ക് അറിയുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും വഴി ഇത് ഷെയർ ചെയ്തിട്ട് ഇതിന്റെ ഒരു പരിഹാരം കണ്ടെത്താൻ നോക്കുക. അല്ലാതെ ഇവർ ഇങ്ങനെ ഒരു കാര്യം വെച്ച് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് വിചാരിച്ചിട്ട് അവർക്ക് കീഴ്പ്പെട്ട് പോവാതെ ഇരിക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതിപ്പോ ബ്ലാക്ക് മെയിൽ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഓൾഡ് ഫാഷൻ ഒക്കെയാണ്.
കാര്യമാക്കേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ പോലീസ് കേസ് ആയി കഴിഞ്ഞാൽ ഇവരാണ് കുടുങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചിട്ട്, അല്ലെങ്കിൽ അയ്യോ അവ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യണം, ഞാൻ സൂസൈഡ് ചെയ്യാൻ പോവാണ്, അങ്ങനെയൊന്നും വിചാരിച്ചുകൊണ്ടിരിക്കരുത്. അതൊക്കെ വീട്ടിലായാലും അമ്മയോടായാലും അച്ഛനോടായാലും തുറന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ അതൊരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോട് ആരോടെങ്കിലും ആരോടെങ്കിലും പറഞ്ഞത് ഷെയർ ചെയ്താൽ കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നം അവിടെ അവസാനിക്കും. ഇതിങ്ങനെ നമ്മൾ മനസ്സിൽ കൊണ്ടുവരുന്ന നമ്മൾ ആരും അറിയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഇനി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തന്നെ സംരക്ഷിക്കാൻ നോക്കുക. ഇങ്ങനെയുള്ള കേസുകളിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ സമീപിക്കുന്ന ഒരു രീതി കണ്ടാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് എന്താണെന്നുള്ള. പറ്റില്ല എന്നുണ്ടെങ്കിൽ നോ പറയേണ്ടടുത്ത് നോ പറയാൻ തന്നെ ശ്രമിക്കുക, എസ് പറയേണ്ടടുത്ത് എസ് തന്നെ പറയുക. നമുക്ക് നമ്മുടേതായ ഒരു അഭിപ്രായം ഉണ്ടാവണം, നമ്മുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ടാവണം നമ്മുടെ തീരുമാനത്തിൽ. അപ്പോൾ എല്ലാത്തിനും നിന്നു കൊടുക്കാതെ നമ്മൾ എന്നൊരു വ്യക്തി റിയൽ ലവ് ആണെങ്കിൽ ഒരിക്കലും ഒരു പങ്കാളി സെക്സ് തന്നില്ല എന്നും പറഞ്ഞിട്ട് വിട്ടിട്ട് പോവില്ല. അതപ്പോ ഫേക്ക് ലവ് ആണെന്ന് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും, അത് വിസമ്മതിച്ചാൽ. അപ്പൊ അതെല്ലാം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക, ബോൾഡായിട്ട്. എങ്ങനെയൊക്കെ പോയാലും ഒരു പെൺകുട്ടിക്ക് തന്നെയാണ് നഷ്ടപ്പെടുന്നത്. എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, സമൂഹം എത്രയൊക്കെ പുരോഗമിച്ചെന്ന് പറഞ്ഞാലും ആൺകുട്ടിയേക്കാൾ കൂടുതലായിട്ടും ഇത് കൂടുതലായിട്ട് ബാധിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ശാരീരികപരമായിട്ടാണെങ്കിലും മാനസികപരമായിട്ടാണെങ്കിലും. ഇതിപ്പോ ഈ ഒരു കേസിലാണ്, ചോറ്റാനിക്കരയിലെ ഈ ഒരു കേസിലാണെങ്കിൽ തന്നെ ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. അതിനുള്ളൊരു അവസ്ഥ ഉണ്ടായില്ല. കാരണം ആ കുട്ടിയുടെ ജീവൻ അപ്പോഴേ അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഈ കമ്പനി ആള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പം ഇങ്ങനത്തെ ഈ അവസ്ഥകൾ വരാതിരിക്കട്ടെ, നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാതിരിക്കട്ടെ. സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നതിന് ഉപരി, നിയമങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനുപരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ജീവന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് പോവാതിരിക്കാൻ, നമ്മൾ വേറൊരാളിൽ കീഴ്പ്പെട്ട് പോവാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രം ചിന്തിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ഉള്ളൂ. നമ്മളിതിന് തയ്യാറായതിനു ശേഷം മാത്രമേ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളോട്ട് നമുക്ക് ചിന്തിക്കേണ്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാതെ ജീവിക്കാൻ നോക്കുക. നമുക്ക് ഇത്ര പ്രായമുള്ളൂ, അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞാലും നമ്മൾ കൂടുതൽ മെച്യൂരിറ്റി കാണിക്കുക. നമുക്ക് ഒരു പ്രായമുണ്ട്, ജീവിതത്തിലെ പല സാഹചര്യങ്ങളുമാണ് ഒരു വ്യക്തിയെ വ്യക്തിയാക്കി മാറ്റുന്നത്. അപ്പോൾ 18 വയസ്സായി, എനിക്ക് പ്രായപൂർത്തിയായി, എനിക്കിനി എന്തും ചെയ്യാം, എനിക്ക് എൻ്റെതായ അവകാശങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്, മറ്റുള്ളവർ പറയുന്നത് എന്തിനാണ് ഞാൻ കേൾക്കുന്നത്, അങ്ങനെ ഒരു ഇതിലോട്ട് ചിന്തിക്കാതെ മറ്റുള്ളവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് മാത്രം ചിന്തിക്കുക. നമ്മളെ നല്ലതിന് വേണ്ടി മാത്രമേ നമ്മുടെ പേരൻസ് നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തരുള്ളൂ. അല്ലെങ്കിൽ അതിനകത്തൊരു കാര്യമില്ലാതെ അവർ നമ്മളെ വെറുതെ അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്ന് പറയും. അപ്പൊ അത് അതിൻ്റെതായ രീതിയിലെടുത്ത് ഇങ്ങനെയുള്ള കേസുകളൊന്നും ഇല്ലാതിരിക്കട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനത്തെ കേസുകൾ കേൾക്കാതിരിക്കട്ടെ. അപ്പൊ എന്തായാലും എന്താ പറയാ, വളരെ സങ്കടകരമായ ഒരു വാർത്ത ചോറ്റാനിക്കരയിലെ കുട്ടിയുടെ. അപ്പോ നമ്മളെല്ലാരും പ്രതീക്ഷിച്ചിരുന്നു ആ കുട്ടി ജീവനോടെ വരുമെന്നെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതെല്ലാം മരുന്നുകളോടൊന്നും പ്രതികരിക്കില്ല. പക്ഷെ നമുക്കൊരു ചെറിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പോയി ആള് മരിക്കുകയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇപ്പൊ വരുന്ന എല്ലാ കേസുകളും തലയ്ക്ക് ആഘാതം ഏറ്റിട്ടാണ് എല്ലാവരും മരിക്കുന്നത്, ചുറ്റിക കൊണ്ട്. ഇപ്പൊ ഒരാഴ്ച വരെ കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം അങ്ങനെയുള്ള കേസുകളാണ്. തലയ്ക്ക് ഏറ്റ മുറിവുകളാണ് എല്ലാ മരണത്തിനും കൂടുതലായിട്ട് കാരണമായിട്ട് വരുന്നത് അല്ലേ. അപ്പൊ എന്തായാലും ഇനി ഇങ്ങനത്തെ കേസുകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. നമുക്ക് ഇങ്ങനെ ഒരു വിഷയമായിട്ട് ഇനി ഒരു ചർച്ചയിലോട്ട് പോകാനുള്ളൊരു കാര്യം അവസ്ഥയില്ല ഇരിക്കട്ടെ. നമ്മളൊരിക്കലും താല്പര്യപ്പെട്ടിട്ടല്ല ഇങ്ങനെയുള്ള വിഷയങ്ങൾ എടുക്കുന്നത്. സമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ നമുക്ക് എന്തിനു വേണ്ടിയല്ല. ഇനിയെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ, ആർക്കും വരാതിരിക്കട്ടെ. ഈ ഒരു പീഡനം എന്നൊക്കെ പറയുമ്പോൾ അതൊരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ ഓവർകം. ഈ കുട്ടിയുടെ കാര്യത്തിൽ തന്നെ ആ കുട്ടി ആദ്യം ഇതിന് ഇരയായിരുന്നു, പിന്നീട് ഒന്ന് ജീവിതത്തിലോട്ട് വന്നതാണ്, പിന്നെയും ഇങ്ങനൊരു അവസ്ഥയിൽ മരിക്കേണ്ട ഒരു അവസ്ഥ. അത് പെൺകുട്ടികൾക്ക് കുറച്ച് കൂടുതലായിട്ട് മനസ്സിലാവും. ഇങ്ങനൊരു നമ്മളെ തന്നെ ഒരാള് വേണ്ടാത്ത രീതിയിൽ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇത്രമാത്രം ഫീൽ ചെയ്യും. ഒരു 2-3 ദിവസത്തേക്ക് അത് ശരിക്കും നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ ആ മൊമെന്റ് നമ്മുടെ മനസ്സിലുണ്ടാകും. നമുക്ക് അതുപോലും നമുക്ക് ഓവർകം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരാൾ നമ്മൾ ബലമായിട്ട് കീഴ്പ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഞാനത് എപ്പോഴും ചിന്തിക്കുമ്പോൾ, നമുക്കിങ്ങനെ വാർത്തകൾ കേൾക്കുമ്പോൾ അതെങ്ങനെയായിരിക്കും ആ ഒരു അവസ്ഥ, എങ്ങനെയായിരിക്കും നമ്മൾ അത് ഹാൻഡിൽ ചെയ്യുക അല്ലെ. ശരിക്കും ഓവർകം ചെയ്യുന്നതും ഒക്കെ വളരെ ഒരു പ്രയാസകരമായിട്ടുള്ള ഒരു ഭാഗമാണ് അതൊക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ഇങ്ങനത്തെ കേസുകളൊന്നും വരാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം. അടുത്തൊരു ദിവസം പുതിയൊരു വിഷയമായി വീണ്ടും വരുന്നത് വരെ ബൈ.